അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമുക്ക് 2ാം ക്ലാസ്സുകാരുടെ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം, ശരിക്ക് ശരി അടയാളം നൽകാം. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങൾ ഓപ്ഷൻസ് 6 ആകുന്നു, 5 ആകുന്നു. ഉത്തരം 5 ആകുന്നു. ചോദ്യം 2, 5 സമയങ്ങളിലായി നിർവഹിക്കണം. ഓപ്ഷൻസ് നിസ്കാരം, ഹജ്ജ്. ഉത്തരം നിസ്കാരം. 3, വുളൂഇൽ ഒന്നിച്ച് ചെയ്യണം. ഓപ്ഷൻസ് 2 കാല്, 2 ചെവി. ഒന്നിച്ച് ചെയ്യേണ്ടത് ഏതാണ്? 2 ചെവി. ഇനി ചോദ്യം 4, വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ. ഓപ്ഷൻസ് 4 ആകുന്നു, 5 ആകുന്നു. ഉത്തരം 4 ആകുന്നു. ചോദ്യം 5, മനി പുറപ്പെട്ടാൽ. ഓപ്ഷൻസ് വുളൂഅ് മുറിയും, വുളൂഅ് മുറിയില്ല. ഉത്തരം വുളൂഅ് മുറിയും. ചോദ്യം 6, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ. ഓപ്ഷൻസ് വുളൂഅ് മുറിയും, വുളൂഅ് മുറിയില്ല. ഉത്തരം വുളൂഅ് മുറിയില്ല. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം നോക്കാം, പൂർത്തിയാക്കാം. ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ എഴുതാനാണ്. ഒന്നാമത്തത്, ഡാഷ് രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. ഉത്തരം ഷഹാദത്ത് കലിമ. 2, ഡാഷ് നിസ്കാരം നിലനിർത്തുക. ഉത്തരം 5 സമയത്തെ. 3, ഡാഷ് കൊടുക്കുക. ഉത്തരം സക്കാത്ത്. 4, ഡാഷ് മുഴുവൻ നോമ്പ് നോൽക്കുക. ഉത്തരം റമളാൻ മാസം. 5, ഡാഷ് ചെയ്യുക. ഉത്തരം ഹജ്ജ്. ഇനി 3ാമത്തെ പ്രവർത്തനം, നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. ഉത്തരം അതിന് ക്രമത്തിൽ തന്നെ എഴുതണം. ഒന്നാമത്തത് ളുഹ്ർ, 2ാമത്തെ അസ്ർ, 3ാമത്തെ മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹ് എന്നിങ്ങനെ ക്രമത്തിൽ തന്നെ അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? ഉത്തരം നിസ്കരിക്കുന്നവനെ. ചോദ്യം 2, വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത്? അതായത് നിയ്യത്താണ് അവിടെ എഴുതേണ്ടത്. ഉത്തരം വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ചോദ്യം 3, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനോടൊപ്പം ചെയ്യണം എന്ത്? ഉത്തരം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ചോദ്യം 4, വുളൂഅ് മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. ഉത്തരം മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക. ചോദ്യം 5, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എണ്ണം എഴുതുക. ഉത്തരം ഉറങ്ങുക, ഭ്രാന്ത്. 5, ക്രമത്തിൽ നമ്പർ ഇടാം. ഒന്നാമത്തത്, അല്ലാ ഇലാഹ അല്ലാഹു അഷ്ഹദു ഇല്ല. നമ്പർ ഇടണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത്, അന്ന റസൂലുള്ളാഹ് മുഹമ്മദൻ വ അഷ്ഹദു. ഉത്തരം വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 ഷഹാദത്ത് കലിമയും അതിൻ്റെ അർത്ഥവും നന്നായിട്ട് പഠിച്ചു വെക്കണം. ക്രമത്തിൽ എഴുതാനോ അർത്ഥം എഴുതാനോ 2 ഷഹാദത്ത് കലിമകൾ എഴുതാനോ ഒക്കെ ഉണ്ടാവും. കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം. ഇനി അവസാനത്തെ പ്രവർത്തനം, പൂരിപ്പിക്കാം. ചോദ്യം, തീർച്ചയായും ഡാഷ് അല്ലാതെ ഇബാദത്തിന് ഡാഷ് മറ്റാരുമില്ലെന്ന് ഞാൻ ഡാഷ് ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഉത്തരം തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഷഹാദത്ത് കലിമയുടെ അർത്ഥാണ്. എല്ലാവരും പഠിക്കുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ഒക്കെ ലഭിക്കാനായി നമ്മുടെ ലുലു ടീംസ് എന്ന ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.